ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു കുർത്തി, ഇതൊരു നോർമൽ കുർത്തി, അതിൻ്റെ സ്ലീവ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തുണി വെച്ചിട്ട് നമുക്കിതിനകത്തൊരു ജാക്കറ്റ്, ഹാഫ് ജാക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം ഇത് സ്ലീവ് കട്ട് ചെയ്ത് വെച്ചു. ഇതാണെങ്കിൽ നമ്മുടെ നോർമൽ ചുരിദാർ, നോർമലായിട്ടൊരു ചുരിദാറും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ഒരു ജാക്കറ്റ് കൊണ്ടൊന്ന് കട്ട് ചെയ്യാം. ഇത് നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് പാർട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇത് മടക്കിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് 1/2 ഇഞ്ച് ഷോൾഡർ അടിച്ച് പോകാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ഇത് നമ്മുടെ ചെസ്റ്റിൻ്റെ ലൈന്, ഇത് നമ്മുടെ വേസ്റ്റിൻ്റെ ലൈൻ. അപ്പോൾ എൻ്റെ വേസ്റ്റിൻ്റെ ലെങ്ത് 14 ആയതുകൊണ്ട് 14ൻ്റെ കൂടെ 1.5 കൂട്ടി 15 ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് ജാക്കറ്റ്. അപ്പോൾ ജാക്കറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. അതുമായിട്ട് ഒരു മാച്ചിങ് ഉള്ളൊരു മെറ്റീരിയൽ എടുക്കുക. എന്നിട്ട് 15 ഇഞ്ച് നമുക്കിതിനകത്തിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ചെസ്റ്റും അതിൻ്റെ തയ്യൽ തുമ്പും അനുസരിച്ച് അതിൻ്റെ വണ്ണം എടുത്തിട്ട് വേണം നമ്മളിതൊന്ന് മടക്കിയിടാൻ. ഭാഗത്തുനിന്ന് താഴേക്ക് ഞാൻ 15 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണേ. 15 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വരയ്ക്കുക. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണം. അപ്പം നമ്മൾ ഇതേപോലൊരു പീസ് തുണി നമ്മളിതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നീളവും വീതി അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പിന്നെ കുർത്തയുടെ ഫ്രണ്ട് വശം വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. നമ്മൾ ഈ തുണിയിൽ ഫ്രണ്ട് പീസ് വെച്ചിട്ട് അതേ സെയിം രീതിയിൽ നമ്മൾ ആം ഹോളും ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. ചെസ്റ്റും വേസ്റ്റും ആ ഭാഗം വരെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പം അങ്ങനെ നമ്മളിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ജാക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെക്കൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് ഞാൻ കട്ട് ചെയ്യുന്നത് ബോട്ട് നെക്കിൻ്റെ രീതിയിലാണ്. ബോട്ട് നെക്ക് എന്ന് പറഞ്ഞാൽ 4 ഇഞ്ച് വീതിയിലാണ്. 4 ഇഞ്ച് നെക്കിൻ്റെ വിട്ടും 4 ഇഞ്ച് നെക്കിൻ്റെ ഇറക്കവും കൊടുത്തിട്ടാണ് ഞാൻ ബോട്ട് നെക്ക് മാർക്ക് ചെയ്യുന്നത്. ഇവിടെയും 4 ഇഞ്ച് നെക്കിൻ്റെ വിട്ട് കൊടുത്തിട്ട് ഇതൊരു ബോക്സ് പോലെ അങ്ങ് വരയ്ക്കാം. വരച്ചിട്ട് നമുക്ക് ആം ഹോൾ കർവ് വെച്ചിട്ട് നമുക്കിതൊന്ന് നെക്കൊന്ന് ഷേപ്പ് ചെയ്യണം. അപ്പം നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ഫ്രണ്ട് പാർട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് നെക്കൊന്ന് കട്ട് ചെയ്യാം. ഞാൻ ബാക്ക് നെക്ക് മടക്കിയിട്ടിട്ടുണ്ട്. ബാക്ക് പാർട്ട് ഞാൻ മടക്കിയിട്ടുണ്ട്. ഇനി ബാക്കിലെ നെക്ക് നമ്മൾ കട്ട് ചെയ്യുന്നത് നോർമൽ രീതിയിൽ എന്ന് പറഞ്ഞാൽ നെക്കിൻ്റെ വിട്ട് കൊടുക്കുന്നത് 3 ഇഞ്ചും നെക്കിൻ്റെ ഇറക്കം കൊടുക്കുന്നത് ബാക്ക് നെക്കിനായതുകൊണ്ട് ഞാൻ ഇവിടെ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. 3 ഇഞ്ച് നെക്കിൻ്റെ വിട്ടും 3 ഇഞ്ച് നെക്കിൻ്റെ ഇറക്കവും കൊടുത്തിട്ട് നമുക്കിതിനകത്തോട്ട് ഒരു റൗണ്ട് നെക്കൊന്ന് മാർക്ക് ചെയ്യാം. അങ്ങനെ റൗണ്ട് നെക്ക് മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇതേ സെയിം നെക്ക് തന്നെ നമ്മുടെ ജാക്കറ്റിനകത്തിലും കട്ട് ചെയ്യണം. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ജാക്കറ്റും ഒന്ന് കട്ടെടുക്കാം. ഈ ബാക്കിൻ്റെ അതേ നെക്ക് വിട്ടും നെക്ക് ലെങ്തും വെച്ചിട്ട് നമുക്ക് ജാക്കറ്റും ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. അങ്ങനെ നമ്മൾ ബാക്ക് നെക്ക് വെച്ചിട്ട് ജാക്കറ്റും നമുക്കിതൊന്ന് ഇതേ രീതിയിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ജാക്കറ്റ് എടുക്കുക. ജാക്കറ്റ് എടുത്തിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് 1 ഇഞ്ച് നമ്മൾ മടക്കി അടിക്കാനാണ് ഇട്ടേക്കുന്നത്. ഇതിൽ 1 ഇഞ്ച് നമ്മൾ മടക്കി അടിക്കാൻ ഇട്ടേക്കുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 5.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. നമ്മൾ ഈ മടക്കി അടിക്കാൻ വിട്ട് ഈ മാർക്ക് ചെയ്ത ആ ഭാഗത്തു നിന്ന് മുകളിലേക്കൊരു 5.5 ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. അപ്പം ഞാനിതിങ്ങനെ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തിട്ട് ഈ നെക്കിൻ്റെ ആ ഭാഗത്ത് നിന്ന് 1 ഇഞ്ച്
1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ മാർക്കിങ്ങിലേക്ക് ഒന്ന് വളച്ചൊന്ന് വരയ്ക്കുക. 1 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നമുക്കിങ്ങനെ കൈവച്ച് ഷേപ്പ് ചെയ്ത് ഈ ഭാഗത്തോട്ട് കൊണ്ടുപോവാം. അല്ലെങ്കിൽ ഇങ്ങനെ ആം ഹോൾ കർവ് എടുത്തിട്ട് നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്താലും മതി. ആം ഹോൾ കർവ് എടുത്തിട്ട് നമുക്കിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്താലും മതി. അപ്പോൾ കറക്റ്റ് കിട്ടും. ആം ഹോൾ കർവ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മളിതൊന്ന് കട്ട് ചെയ്തു. എന്നിട്ട് ഈ ഭാഗം നമുക്കൊന്ന് ഈ ഭാഗം ഫോൾഡായിട്ട് കിടക്കുമല്ലേ, ഈ ഭാഗം നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കാം. ഇങ്ങനത്തെ ജാക്കറ്റാണ്. ഈ വീതിയിലും ഈ ലെങ്തിലും നമുക്കൊരു തുണി എടുക്കുക. ചെറിയൊരിത് മതി. എന്നിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെയൊന്ന് മടക്കിയിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യണം. ഒരു 1/4 ഇഞ്ചിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് നമുക്ക് ഇങ്ങനെ താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് ഒരു കമ്പിയോ അല്ലെങ്കിൽ ഒരു സൂചിയോ ഇട്ടിട്ട് ഇത് മറിച്ചെടുക്കണം. ഇത് 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ തുണി നമ്മൾ നല്ല വശത്തേക്കൊന്ന് മറിച്ചെടുക്കണം. ഇങ്ങനെ നമ്മൾ ഒരു ഡോറീസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ കനത്തിൽ ഈ നീളത്തിലെന്ന് പറഞ്ഞാൽ ഒരു 2-2.25 ഇഞ്ച് നീളത്തിൽ നമ്മൾ ഇതേപോലൊരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ബാക്കി എല്ലാ പീസും ഇത്രയും നമ്മളിങ്ങനെ മടക്കി വെച്ച് നോക്കണം. മടക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്ന രീതിയിൽ നമുക്കൊരു നീളത്തിൽ ഇങ്ങനെ കുറേ പീസൊന്ന് കട്ട് ചെയ്ത് ഇതേപോലെ നമ്മൾ കുറേ സ്ട്രിപ്പ് നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്നും ജാക്കറ്റിലോട്ടൊന്ന് ഫിക്സ് ചെയ്യണം. നമ്മളിങ്ങനെ ഓരോ ഇഞ്ച് ഇടവിട്ടിൽ നമ്മൾ ഓരോ മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് ഇവിടോട്ട് നമുക്കിങ്ങനെ ഈ സ്ട്രിപ്പ് ഒരു വെക്കാം. ഇതേപോലെ മറ്റേ സൈഡിൽ നമ്മൾ ഇതേപോലെ ഓരോ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്ട്രിപ്പ് നമുക്ക് ഇങ്ങനെയൊന്ന് സ്ട്രിപ്പ് ഇങ്ങനെയൊന്ന് മടക്കിയിട്ട് നമുക്ക് ഇങ്ങനെയൊന്ന് 1/2 ഇഞ്ചിൽ നമുക്ക് എല്ലാ സ്ട്രിപ്പും വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അതേപോലെ ഈ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യണം, മറ്റേ ഭാഗത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. നമ്മൾ ഡോറീസ് എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്കിത് നെക്കും ഇതെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നെക്ക് ഈ ഭാഗം അങ്ങനെ നമ്മൾ ഈ ഡോറി വെച്ച ഭാഗം എല്ലാം കൂടെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇത് ഇങ്ങനെ ചെയ്തിട്ട് ലൈനിങ് ഇട്ട് തിരിച്ച് മറിക്കേണ്ടവർക്ക് ലൈനിങ് ഇട്ട് തിരിച്ച് മറിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ ലൈനിങ് യൂസ് ചെയ്യുന്നില്ല. ഒരു ക്രോസ് പീസ് ഇച്ചിരി വീതിയിലുള്ളൊരു ക്രോസ് പീസ് എടുത്തിട്ട് അത് വെച്ച് ഇതൊന്ന് തിരിച്ചിടണം. നമ്മൾ ഇങ്ങനെ ക്രോസ് പീസ് വെച്ച് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ഇഞ്ച് ഇടവിട്ട് നമ്മൾ ഓരോ കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഓരോ കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ഇത് മടക്കി അങ്ങോട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് മടക്കിയിട്ട് ഇങ്ങനെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി. അപ്പം 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്യണേ. അങ്ങനെ നമ്മൾ ഡോറീസൊക്കെ വെച്ചിട്ടുണ്ട്. ഡോറി വെക്കുന്ന ആ സ്ട്രിപ്പ് നമ്മൾ 2 സൈഡിലും വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് കൂടെ നമുക്കിനി വള്ളിയും കൂടെ വെക്കണേ. ഇനി നമ്മൾ കുർത്തിയുടെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇതേപോലെ ഒരു ക്രോസ് പീസ് എടുത്തിട്ട് ക്രോസ് പീസ് മറ്റേതിൻ്റെ പോലെ തന്നെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ റൗണ്ട് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇത് നമ്മുടെ ഫ്രണ്ട് നെക്കാണ്. ഫ്രണ്ട് നെക്ക് ഞാനിങ്ങനെ നിവർത്തിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇനി ജാക്കറ്റ് തമ്മിൽ നമുക്കിങ്ങനെയൊന്ന് കൊടുക്കാം. ജാക്കറ്റ് കൊടുക്കുമ്പോൾ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗം കറക്റ്റായിരിക്കണം. ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം കറക്റ്റായിരിക്കണം. കറക്റ്റ് ലെവലായി പിടിച്ചിട്ട് നമുക്കിങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. അതേപോലെ ആ സൈഡിലും 1/2 ഇഞ്ചിൽ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മൾ ജാക്കറ്റിൻ്റെ ഷോൾഡറും കുർത്തിയുടെ ഷോൾഡറും തമ്മിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുമായിട്ട് ബാക്ക് പാർട്ടൊന്ന് ജോയിൻ ചെയ്യാം. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് 1/2 ഇഞ്ചിൽ നമുക്കിവിടെ ഒന്ന് 2 ഭാഗത്തും ഒന്ന് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഷോൾഡറെല്ലാം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി ചെയ്യേണ്ടത് സ്ലീവ് പിടിപ്പിക്കുക. എന്നിട്ട് താഴെ സ്ലിറ്റ് അടിക്കുക. നമുക്ക് സാധാ കുർത്തി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. അപ്പം ഞാനിനി അത് കാണിക്കുന്നില്ലേ. അപ്പം നമ്മൾ വേറെ വീഡിയോസിൽ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് ഭയങ്കര ലെങ്തി ആയി പോകും. അപ്പം ഞാനിതിൻ്റെ ഫൈനൽ ലുക്കൊന്ന് കാണിച്ചു തരാം. ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവും
അതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സ്ലീവിൻ്റെ അറ്റത്ത് നമുക്ക് ജാക്കറ്റിൽ കൊടുത്തേക്കുന്ന ആ ഫാബ്രിക് തന്നെ ഞാനിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്കിവിടെ ഡോറീസ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതൊന്ന് കാണിക്കാമേ. ഞാൻ ഇതേപോലെ ഒരു ഡോറി എടുത്തിട്ടുണ്ടേ. ഇതിന് മാച്ചിങ് ആവുന്ന ഈ സിൽവർ കളറാണ് ഡോറിന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ ഡോറിക്കകത്തിൽ ഒരു പിൻ വെച്ചിട്ട് നമുക്ക് ഇതിൽ കൂടെ കടത്തണം. ആദ്യം ഈ ഭാഗത്തുനിന്ന് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഒന്നിടവിട്ട് നമുക്കിത് കടത്തണം. ഈ പിന്ന് കടത്തി കൊടുക്കണം. ആദ്യം ഫസ്റ്റിൽ അതിനെ കൂടെ കടത്തി അതിൻ്റെ തന്നെ ഓപ്പോസിറ്റിലായിട്ട് പിന്നെയും കടത്തുക. അതിൻ്റെ ഓപ്പോസിറ്റ് പിന്നെയും കടത്തുക. ഒന്നിടവട്ടം കടത്തിയാൽ മതി. ഇതേ രീതിയിൽ മറ്റേ സൈഡും തമ്മിൽ നമ്മളൊന്ന് കടത്തണേ. അങ്ങനെ ഞാൻ ഡോറീസ് കടത്തിയിട്ടുണ്ട്. ഇനി എന്നിട്ട് ഈ ഡോറീസിൻ്റെ അറ്റത്ത് നമുക്ക് ഇതിലേതെങ്കിലും ഒരു കളറിൽ ഒരു ടാസിൽസ് കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിതിൻ്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം കഴിയുമേ. അപ്പോൾ ഇതും കൂടെ ഒന്ന് ചെയ്തിട്ടൊന്ന് കാണിക്കാമേ. അങ്ങനെ നമ്മൾ ഡോറീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ താഴ്ഭാഗത്ത് നമ്മൾ ജാക്കറ്റിൻ്റെ അതേ കളറിൽ ഒരു ടസിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാമേ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മൾ നല്ല മാച്ചിങ് ആയിട്ടുള്ള കളർ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്